നമസ്കാരം. പ്രകാശ് കാർത്തികേയ, പാലക്കാട് ജില്ലയിലാണുള്ളത്. പാലക്കാട് ജില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഫെബ്രുവരി ഇനിയുള്ള മാസങ്ങളിലൊക്കെ ഉത്സവ സീസണാണ്. ഉത്സവ സീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ പൂരപ്രേമിയാണ്, എന്നെ അറിയുന്ന ഒരുപാട് പേർക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് എന്താ പറയുക, കലാരൂപങ്ങളൊക്കെ ഒരുപാട് കാണുന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു ഒരു ഒരു ഉത്സവത്തിന് ഒരിക്കലും ഉപേക്ഷിക്കാനോ നമുക്ക് ഒഴിവാക്കാനോ പറ്റാത്തൊരു വലിയ എന്താ പറയുക, വാദ്യഘോഷ മേള പെരുമയുടെ ഒരു ആശാനെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. മറ്റൊന്നുമല്ല, അദ്ദേഹം അംഗീകരിക്കപ്പെടേണ്ട ആളാണ്, ആദരിക്കപ്പെടേണ്ട ആളാണ്. ഇവിടെ പാലക്കാട് ജില്ലയിലുള്ള ശ്രീകൃഷ്ണപുരം എന്ന സ്ഥലത്ത് ആട്ടോല സുന്ദരൻ എന്ന് പറയുന്ന ഒരു വലിയ അതായത് നൂറിലധികം പറഞ്ഞാൽ ചിലപ്പോൾ എത്രയാണെന്ന് പോലും അളവില്ലാത്ത അത്രയും ശിഷ്യന്മാരുള്ള 2-3 പതിറ്റാണ്ടായിട്ട് വാദ്യമേള പെരുമയുടെ ആശാനെ നിലകൊള്ളുന്ന ശ്രീകൃഷ്ണപുരത്തുകാരുടെ സ്വന്തം അഹങ്കാരമായ ആട്ടോല സുന്ദരനുമായിട്ടുള്ള ഒരു ചെറിയ അഭിമുഖത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. സുന്ദരേട്ടാ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആട്ടോല സുന്ദരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ചെണ്ട മേളവാദ്യത്തിൻ്റെ വലിയൊരു ആശാനാണ്. ആശാന് വലിയ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മളിന്നൊരു ചെറിയ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഇവിടെ ഉള്ളത് അറിഞ്ഞത്. അപ്പോൾ ഒന്ന് കണ്ടിട്ട് ആശാന്റെ ഇത്രയും കാലം ഉണ്ടായ ജീവിതത്തെ കുറിച്ചിട്ടും എത്ര ശിഷ്യന്മാർ, അവരുടെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മൾ ഈ ചെറിയൊരു പരിപാടിയിലൂടെ കുറേ പേര് കൂടി ആശാനെ അറിയട്ടെ എന്നൊരു ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എത്ര വർഷം മുന്നേ തുടങ്ങിയതാണത്? ഞാനത് ഒരുപാട് വർഷമായി. എൻ്റെ ഒരു 17 വയസ്സ് നോക്കൊണ്ട് ഞാൻ തുടങ്ങിയിട്ട് ഒരു 10 വയസ്സിൽ ഞാൻ കൊട്ടു തുടങ്ങിയിട്ടുണ്ട് അഭ്യസിന്. എൻ്റെ ഗുരുനാഥൻ എൻ്റെ അച്ഛൻ തന്നെയാണ്, ആട്ടോല നാരായണൻ. അദ്ദേഹത്തിൻ്റെ അടുത്താണ് അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത്. അതൊരു ഗുരുശിഷ്യ ബന്ധത്തിലപ്പുറം അച്ഛനും കൂടിയാണല്ലോ. അതെ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് ഞാൻ കൊട്ടു അഭ്യാസം ഉണ്ടായത്. അത് കഴിഞ്ഞ് ഞാൻ ഒരു അരങ്ങേറ്റം എന്നുള്ള രീതിയിൽ ഞാൻ തെങ്കര, വാളക്കര, മൂത്താരുകാവിലാണ് ആദ്യമായിട്ട് ഞാൻ കൊട്ടിയത്. അത് അച്ഛൻ പറയും, നമുക്ക് അച്ഛൻ ആ ഗുരുനാഥൻ എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യണം എന്നൊന്നും നമുക്ക് അന്ന് അറിവുണ്ടായിരുന്നു. ഞാൻ 10 വയസ്സ് പ്രായമല്ലേ ഉള്ളൂ. അച്ഛൻ്റെ കൂടെ ഇപ്പോഴും അച്ഛൻ്റെ ചെറുപ്പം മുതൽക്കൊണ്ട് ഞാൻ അവിടെ തെങ്കര, മൂത്താരുകാവിൽ വാദ്യം നടത്തി വരാറുണ്ട്. അത് ഇന്നും മുടങ്ങാതെ ഈ വർഷവും കൂടി ഞാൻ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ 100 കൊല്ലത്തിലപ്പുറമായിട്ടുണ്ടാവും. ഇപ്പൊ ശരിക്കും എത്ര വയസ്സായി? എനിക്കിപ്പോൾ 63 വയസ്സായി. ഇന്നും വേണമെങ്കിൽ 2 മണിക്കൂർ 3 മണിക്കൂർ തായമ്പകയോ മേളോ എന്താ വെച്ചാൽ കൊട്ടുന്നു. അത് എൻ്റെ നിന്നുള്ള അറിവുകൾ നമ്മൾ കുറേശ്ശെ എൻ്റെ ഈ വാദ്യം ഞാൻ ഇവിടെ കുറെ കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു സാഹചര്യം ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഞാനത് കണക്ക് വെച്ചിട്ടില്ല, എങ്കിലും എനിക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. എൻ്റെ ഫസ്റ്റില് ഞാൻ ചെറുപ്പത്തിൽ തുടങ്ങി അവിടെ കോട്ടപ്പുറം ഭാഗത്താണ് ആദ്യ ശിഷ്യന്മാർ തുടങ്ങി. പിന്നെ ഇവിടെ എലുമ്പിലാശ്ശേരി ആ ഭാഗത്ത് തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ പൊൻപ്ര ഇവിടെ. അവരൊക്കെ എൻ്റെ കൂടെ വാദ്യത്തിന് വരുന്ന പലരും വാദ്യത്തിന് അല്ലാതെ മറ്റ് ജോലികളായിട്ട് ഗൾഫിലും അവിടെ ഇവിടെ ജോലികളായിട്ട് പലരും ജോലികളായിട്ട് പോകുന്നുണ്ട്. ഇന്നും അവർ ആ സ്നേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നോട്. ഇന്നും അവർ നമ്മളോട് അവരൊക്കെ ഒരു സഹകരണത്തോടു കൂടിയാണ് ഞാൻ ഇന്നും മേളം പ്രമാണിച്ചു പോകുന്നത്. ഒരു നല്ല സഹകരണം നമ്മളെ ശിഷ്യന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു 10-30 വർഷത്തെ ഈ ഒരു എന്താ പറയുക, ചെണ്ടയായിട്ടുള്ള ബന്ധത്തില് നമുക്ക് ഏറ്റവും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം, അതല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും നമുക്കൊരു ചൈതന്യം പോലെ നമ്മൾ ഏതെങ്കിലും ഒരു ഭഗവതിയുടെ അടുത്തൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹം പോലെയൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന്? അതെ, നമ്മൾ ഒരു വാദ്യരംഗത്ത് ഇറങ്ങുമ്പോൾ അന്ന് മേളത്തിന് ഒരു പ്രസക്തിയുള്ള, ഇന്നും മേളത്തിന് പ്രസക്തി മാറി വന്നൊരു കാലമാണ്. അന്ന് മേളത്തിന് പ്രസക്തി ഉണ്ട്. അന്ന് എനിക്ക് മേളം കുറച്ച് പഠിക്കാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. മേളം കുറച്ചും കൂടി പഠിക്കാം. ഞാൻ അച്ഛൻ്റെ നിന്നൊപ്പം പഠിക്കും. ഞാൻ അതുപോലെ കരിമ്പുഴ ഗോപിയാച്ചാൻ നമ്മൾ കൂട്ടിയിട്ട് പോകും. അവരൊക്കെ അറിവുകൾ നമുക്ക് അവരുടെ കൂടെ നടക്കുമ്പോഴുള്ള ഒരു അറിവ് വലിയ അറിവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ മഞ്ചേരി ഹരിയേട്ടൻ, അങ്ങനെയുള്ള അവരുടെയൊക്കെ ടീമിൽ നമ്മൾ പോകുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് അനുഭവങ്ങൾ, അറിവുകൾ എൻ്റെ ഈ ജീവിതത്തിൽ വാദ്യരംഗത്തെ എനിക്കതൊരു മുതൽക്കൂട്ടായിട്ട് കാണുന്നുണ്ട്. ഗോപിയാച്ചൻ വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് നമ്മളോടൊക്കെ പെരുമാറിയായിരുന്നു. ഒരു പുഴയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ. ഞാനും
ആശാന്റെ തമ്മിൽ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ വാദ്യത്തെ കുറിച്ചിട്ടും ആ വാദ്യത്തിന്റെ കുറിച്ചിട്ടും നല്ല അറിവ് നമുക്ക് പറഞ്ഞു തന്നിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ പരിപാടിക്ക് പോകുമ്പോൾ എവിടെയായാലും നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പഴവുകളോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ ശകാരിച്ച് അല്ലെങ്കിൽ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്ന ഒരു കാലഘട്ടം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആശാൻ അങ്ങനെ ചെറിയ ചൂടനൊക്കെയാണ്, അതായത് ശിഷ്യന്മാരോടത്ത് കുറച്ചും കൂടി സീരിയസ് ഒക്കെ ഇടപെട്ട് അവരുടെ ചിലപ്പോൾ പെട്ടെന്ന് ചില ആൾക്കാർക്ക് മടിയൊക്കെ ഉണ്ടാവില്ല അത് പഠിച്ചെടുക്കാനൊക്കെ. അപ്പൊ കുറച്ചൊരു സീരിയസ് ഒക്കെ ആയിട്ട് സംസാരിക്കാൻ അതില്ല. ഞാൻ അവരോട് സീരിയസ് ആയിട്ട് പെരുമാറുന്ന അവരുടെ പഠനം കയ്യിലോ അല്ലെങ്കിൽ അവർ നമ്മുടെ മനസ്സിനകത്ത് എന്നുള്ളത് അവരുടെ കയ്യിൽ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നീട് വരാതിരുന്നാൽ ഞാൻ അവരോട് ചൂടാവും. അത് അങ്ങനെ ചൂടാവുക പറഞ്ഞാൽ അത് അവരുടെ മാനസിക ഓരോ കുട്ടി നമ്മൾ എടുത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അവന് ഇത്ര ഇന്ന രീതിയിലാണ് അവനെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള അറിയാം. അത് ചിലപ്പോൾ ഒരു പക്ഷെ താളജ്ഞാനം വളരെ കമ്മിയുള്ള കുട്ടികളുണ്ടാവും, പിന്നെ ചിലപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ഇതായി കുട്ടി പഠിപ്പിക്കുമ്പോൾ അവർക്കത് നേരെ നന്നായിട്ട് അവരെ മനസ്സിൽ കരുതാൻ നമുക്ക് കഴിയും. അത് നമ്മൾ കൊട്ടി തുടങ്ങുമ്പോൾ തന്നെ അവരെ നമ്മൾ മനസ്സിലാക്കുക, അവരെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് അവരിൽ നിന്ന് അവരുടെ എത്ര ഇതായിട്ടുള്ള കുട്ടികളെ നമുക്ക് പഠിപ്പിച്ച് നേരെക്കാൻ കഴിയും. എൻ്റെ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ തിരുവൂർക്കാട് ഒരു കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കാൻ ചെന്നിരുന്നപ്പോൾ അവൻ ഒരു മാനസികമായിട്ട് കുറച്ച് ഇതുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അവൻ കഴിയില്ല എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അവൻ ഇന്ന് അവരെ കൂടെ ഒപ്പം നിന്ന് കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഉത്സവ പറമ്പുകളിലൊക്കെ നമുക്ക് എന്താ പറയാ, ഇപ്പൊ പഞ്ചാരിമേളം, പിന്നെ തായമ്പക മേളം, അങ്ങനെ പലതരം സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതിനിടയ്ക്ക് ഇപ്പോൾ പുതിയ വാദ്യഘോഷങ്ങൾ, പയ്യന്മാരുടെ നാസിക് ഡോൾ, ഇങ്ങനെ ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ എന്താ പറയാ ഒരു ഉത്സവത്തിന് നമുക്ക് നേരിയ രീതിയിലെങ്കിലും ഇവരുടെ കടന്നുകയറ്റം ബാധിച്ചിട്ടുണ്ടോ? ഉണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇപ്പൊ നമ്മൾ ഈ ശിങ്കാരിമേളം വന്നതോടുകൂടി പ്രധാനപ്പെട്ട നല്ല മേളങ്ങൾക്കൊക്കെ ഒരു ഇത് വന്നിട്ടുണ്ട്. കാരണം ശിങ്കാരിമേളം ജനങ്ങൾക്ക് ആസ്വദിക്കൽ മാത്രമല്ല, അവർക്ക് ചാടിക്കളിക്കാൻ, അവരെ ഇമ്പത്തിനനുസരിച്ച് ചാടിക്കളിക്കാനുള്ള ഒരു വാദ്യം അതിനകത്തുണ്ടായതുകൊണ്ട് അത് ഇതാണ്. മേളത്തിന് അങ്ങനെയല്ലല്ലോ. മേളം അടിസ്ഥാനപരമായിട്ടൊരു മേളം കൂട്ടി അവസാനിപ്പിക്കും, ഇന്ന കാലിട്ട് കഴിഞ്ഞാൽ ആ കാലപ്രമാണത്തിൽ മേളം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് ചാടിക്കളിക്കാനൊന്നുമില്ലായിരുന്നില്ല. ഇന്നിപ്പോൾ അതൊരു മാറ്റം വന്ന് ഇപ്പോൾ പല ഭാഗത്തും അങ്ങനെ ശിങ്കാരിമേളത്തിന്റെ ചില സാധനങ്ങളൊക്കെ ഇതിനകത്ത് കയറി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കപ്പെടുന്നത്. എല്ലാവരും ഇപ്പൊ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മളിപ്പോ ഉത്രാളി ഉത്രത്തിക്കാവിലും പെരിയനമ്പറ്റിലും എവിടെയൊക്കെ വരുമ്പോഴും ഈ ലാസ്റ്റ് പഞ്ചാരിമേളം കൊട്ടുമ്പോ നമുക്ക് ആ ഒരു ആസ്വാദന തീരില് അപ്പൊ അതിന്റെ പേരറിയില്ല. നമുക്കും ഈ ഒരു ആ ശിങ്കാരി പോലെ തന്നെ ഒന്ന് അതൊക്കെ തന്നെയാണ് ശിങ്കാരിമേളത്തിന്റെ ഒരു ഭാഗമായിക്കൊണ്ടാണ് അതിനകത്ത് അത് കണ്ടുള്ളത്. തീരിലാണ് അത് വരുന്നത്. ആ തീരില് വരുമ്പോ അത് തീരില് കൊട്ടുമ്പോ അത് ആ കാലം അങ്ങനെയാണല്ലോ, ഏകതാളത്തിൽ വന്ന് നിൽക്കുന്നതല്ലേ. അപ്പൊ അതിൽ ചാടി കളിക്കാൻ ഒരു ഇൻട്രസ്റ്റിങ് ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് ഓരോ കലാകാരന്മാരുടെ ഒരു കഴിവായിട്ട് കാണാം. അതൊരു കഴിവ് തന്നെ ആവാം അത്. പക്ഷെ മേളങ്ങൾ കൊട്ടുമ്പോൾ നമ്മളെ പുരാതനമായിട്ട് അല്ലെങ്കിൽ പഴയ ആശാന്മാരും ഗുരുക്കന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നായിരുന്നു. കാരണം അതിനകത്ത് വേറൊന്നും ചെയ്യരുത് എന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നല്ല. ഇന്നിപ്പോൾ കാലങ്ങൾ മാറി വരുമ്പോൾ അതിനനുസരിച്ചൊരു ഇത് വരുമല്ലോ, സ്വാഭാവികമായില്ലേ അത്. ഈ കേരളത്തില് അല്ലാതെ പുറത്തെവിടെ, നമ്മുടെ കേരളത്തിന് പുറത്തെവിടെ? ബാംഗ്ലൂർ, മദ്രാസ്, പിന്നെ ചിക്കമംഗളൂർ, അങ്ങനെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകളുടെ അതേ രീതിയിലുള്ള ഒരു ആസ്വാദനം തന്നെയാണോ അവിടെ ഉണ്ട്? ആസ്വാദകർ അത് പറഞ്ഞറിയിക്കാൻ നമ്മുടെ മലയാളികളാണല്ലോ കൂടുതൽ ഇത് വാദ്യത്തിന്. അവിടെ ഏത് ഭാഗത്ത് ചെന്നാലും മലയാളികൾ ഉണ്ടാവുമല്ലോ. അവരാണ് ഇതിനെ പറഞ്ഞ് അവിടെയുള്ള അന്യ സംസ്ഥാനത്തിലുള്ള ആൾക്കാർക്ക് അതിനെ പറഞ്ഞ് മനസ്സിലാക്കി അവർ ആസ്വദിക്കാൻ വരും. അത് കൂട്ടത്തിൽ അവരും ആസ്വദിക്കും. ഈ ഓരോ ശരിക്കും ഒരു ഏറ്റവും വലിയൊരു ടീമായിട്ട് പോകുമ്പോൾ എത്ര പേരുള്ള ഒരു ടീമാണ് സുന്ദരേട്ടന്റെ? അങ്ങനെയല്ല, നമുക്ക് എത്ര ആളെ വേണമെങ്കിൽ നമ്മൾ 100 പേര് വേണമെങ്കിലും 100, 101 ആളെ വേണമെങ്കിൽ കൊണ്ട് കൂട്ടിക്കാം. 50, 51 ആളുടെ മേളങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇതുണ്ട്. അതിലെനിക്ക് എന്താ ഒരു ഗുണമെന്ന് വെച്ചാൽ 100 ആള് വേണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ പെട്ടെന്ന് സംഘടിപ്പിക്കാൻ കഴിയും. അതെന്താ വെച്ചാൽ അതെന്റെ മാത്രം ഒരു കഴിവില്ല. എൻ്റെ ഒപ്പം നടക്കുന്ന എൻ്റെ ശിഷ്യന്മാരും പിന്നെ ഗുരുനാഥന്മാരെ അവരൊരു പ്രത്യേക സ്നേഹവും ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് അത് അവിടെ സാധിക്കണം. അത്ര തന്നെ. ഞാനും തന്നെ ഇപ്പൊ സുന്ദരേട്ടനെ എൻ്റെ കുട്ടിക്കാലം മുതൽ കാണാൻ തുടങ്ങിയതാണ്. വർഷങ്ങളായിട്ട് പൊമ്പറയും ഒക്കെ ആയിട്ട് നല്ല ആത്മബന്ധമുള്ള ഒരാളാണ്. പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അമ്പലങ്ങളിലും, അപ്പൊ എവിടെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എവിടെ ഉത്സവ പറമ്പിൽ പോയാലും ഏതെങ്കിലും ഒരു വേലയിൽ ആശാന്റെ ശിഷ്യന്മാരെ കാണാണ്ട് ശരിക്കും പാലക്കാടിലെ ഒരു ജില്ലയിലുള്ള അധികം വേലകളിലും
ഇവരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ഈ ആട്ടോല സുന്ദരൻ പാർട്ടി എന്ന് പറയുന്നത്. പക്ഷെ നമ്മളധികം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ഒരു വേലയുടെ കൂടെ ആശാനും സംഘവും എപ്പോഴും ഈ പൂരകാലങ്ങളിൽ നമ്മോടൊപ്പം ഉണ്ടാവാറുണ്ട്. അപ്പൊ ആശാന്റെ ഇനിയുള്ള യാത്രകളെ കുറിച്ചിട്ട് ഇനി എന്താണ് സംസാരിക്കുക? അതായത് ഒരു കലാകാരൻ മരിക്കുന്നില്ലല്ലോ. അതെ, കലാകാരൻ മരിക്കുന്നില്ല. ആ കലാകാരൻ മറ്റുള്ള ശിഷ്യന്മാരുടെ കൂടെ അവരെ നമ്മൾ ഓർക്കപ്പെടുന്നു. അവർ മരിക്കുന്നത് എപ്പോഴും എന്നെ ഓർക്കുന്നത് എന്തിലൂടെ അല്ല, അതെ, എൻ്റെ അച്ഛനിലൂടെ. എനിക്ക് എവിടെ ചെന്നാലും എനിക്കൊരു സ്ഥാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് അച്ഛൻ്റെ സ്ഥാനമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുപോലെ എൻ്റെ ശിഷ്യന്മാർ ഞാനും അതെ വളരുമ്പോൾ എനിക്ക് അച്ഛനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് ഇത് വരും, അത്രേ ഉള്ളൂ. ഞങ്ങളങ്ങനെ ഇതാണ്. അപ്പോൾ എൻ്റെ ശിഷ്യന്മാരും എന്നേക്കാൾ വളർന്നു വരണം എന്നുള്ള ഒരു ആഗ്രഹക്കാരനാണ് ഞാൻ. അതുകൊണ്ട് അവരെവിടെ ഞാനല്ലാതെ എനിക്ക് കയറി ചെല്ലാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ എൻ്റെ ശിഷ്യന്മാരും കയറി ചെല്ലണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പ്രയാസവും എനിക്കതൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്, ആശാന്റെ വലിയൊരു ശിഷ്യനും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനോടുകൂടി ഒരു 2 വാക്ക് എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തൊന്ന് ഞാൻ ഇവിടെ ഇരുത്തട്ടെ. ഓക്കെ. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആശാന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരൊരാളാണ്, എൻ്റെ സുഹൃത്തു കൂടിയാണ് മിസ്റ്റർ ഗോപു. ആശാനെ കുറിച്ചിട്ട് 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങള് ഇപ്പൊ കുറെ കാലമായി ഇപ്പൊ ആശാനായിട്ട് പരിപാടി നടത്തണം. ഇവിടെ ഇപ്പൊ ആശാൻ വരവ് തുടങ്ങിയിട്ട് കുറെ കാലം മതി. ഞങ്ങളെ പഠിപ്പിക്കുന്ന കാലം തൊട്ട് ഇവിടെ വന്ന് ഇവിടെ നിന്ന് സ്റ്റേ ചെയ്ത് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. അന്ന് ഈ പാലത്തിന്റെ പ്രശ്നം കാരണം ഒരുപാട് ബസ് ഇത്ര വണ്ടി സൗകര്യം ഇല്ലാത്ത കാലത്താണ് ഞങ്ങളെ ഈ രീതിയിൽ കൊട്ടാനാക്കി തന്നത്. അതുപോലെ ഇപ്പോഴും ഞങ്ങളൊരു പരിപാടി വിളിച്ച് പറയുമ്പോൾ അത് എത്ര ആൾക്കാരെ ഉൾക്കൊള്ളിച്ച് എങ്ങനെ അത് കൺട്രോൾ ചെയ്ത് നടത്തിക്കുക എന്നുള്ളതടക്കം ഇപ്പോൾ ആശാന്റെ കീഴിൽ നിന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ആശാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോഴും പരിപാടികൾക്ക് ഉൾക്കൊള്ളിക്കുമ്പോൾ ആൾക്കാരെ ഉൾക്കൊള്ളിച്ച് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയി ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ പരിപാടി ഇപ്പോഴും വൃത്തിയായി അവതരിപ്പിച്ച് ഒരു പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ എല്ലാവരും ചിരിച്ച് കളിച്ച് പോരാനുള്ള ഒരു ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഗുണം. ഞങ്ങൾ ആശാന ഉപരി ഞങ്ങൾക്ക് ഏറ്റവും നല്ലത് ഞങ്ങളെ നല്ല രീതിയിൽ വേണ്ട കാര്യത്തിൽ വേണ്ട രീതിയിൽ ഉപദേശിച്ച് മുന്നോട്ട് ഇന്നും നയിക്കുന്ന ആശാനാണ്.